നമുക്ക് എളുപ്പത്തിലൊരു പന്നിക്കറി ഉണ്ടാക്കിയാലോ? നമ്മൾ മാർക്കറ്റിൽ പോയിട്ട് വരുമ്പോൾ കുറച്ച് പന്നി വാങ്ങിയിട്ടുണ്ടായിനെ. നല്ല ഫ്രഷ് പന്നിയായിരുന്നു. അപ്പോൾ ഫ്രിഡ്ജിലെടുത്ത് വെക്കുന്നതിന് മുന്നേ നമുക്ക് അതിൽ നിന്ന് കുറച്ചെടുത്തിട്ട് ഇന്ന് പന്നിക്കറി ഉണ്ടാക്കിയാലോ ഉച്ചക്കേക്ക്. അപ്പോൾ നമ്മൾ കഴുകി വൃത്തിയാക്കിയ പന്നീനെ കുക്കറിലിട്ട് വേവിച്ചെടുക്കുന്നുണ്ട്. കുറച്ച് കുരുമുളക് പൊടി, മഞ്ഞൾപ്പൊടി, പറങ്കിപ്പൊടി, കുറച്ച് ഗരം മസാല, ഉപ്പ് എന്നിവ ഇട്ടിട്ട് ഒരു 4-5 വിസിൽ വേവിച്ചെടുക്കുന്നുണ്ട്. പിന്നെ നമ്മൾ ചൂടായ പാൻപാത്രത്തിലേക്ക് ഒരു ചെറിയ 3 നീരുള്ളി മുറിച്ചിടുന്നുണ്ട്. ഇവിടുത്തെ നീരുള്ളിൻ്റെ വലിപ്പം കുറവാണ്, അതുകൊണ്ടാണ് നമ്മൾ അതന്നെ യൂസ് ചെയ്തത്, ചെറിയ ഉള്ളി യൂസ് ചെയ്തിട്ടില്ല. പിന്നെ ഇതിലേക്ക് കുറച്ച് കറിവേപ്പില അതേപോലെ പച്ചമുളകും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഈ ഉള്ളി ഒന്ന് വാടി വരുമ്പോൾ കുറച്ച് ജിഞ്ചർ ഗാർലിക് പേസ്റ്റും കൂടി നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. നമ്മൾ സാധാ പന്നി മുറിക്കുന്ന പോലെയല്ല ഇന്നവർ നമുക്ക് അവിടെ നിന്ന് മാർക്കറ്റിൽ നിന്ന് മുറിച്ച് തന്നിട്ടുണ്ടായത്. കുറച്ച് കട്ടി കുറഞ്ഞിട്ടാണ് അവർ മുറിച്ച് തന്നിട്ടുള്ളത്. അങ്ങനെയാകുമ്പോൾ പിന്നെ അതിന് മസാല കുറച്ച് വേഗം പിടിച്ചോളുമല്ലോ എന്ന് വിചാരിച്ചു. അതിന് ശേഷം അതിലേക്ക് കുറച്ചും കൂടി ഗരം മസാലയും മുളക് പൊടിയും അതേപോലെ കൊത്തമ്പരി പൊടിയും ഇട്ടിട്ട് ഒന്ന് നന്നായിട്ട് വഴറ്റിയെടുക്കുന്നുണ്ട്. അങ്ങനെ ഈ പൊടികളുടെ പച്ചമണമെല്ലാം മാറിയ ശേഷം നമുക്ക് നേരത്തെ വേവിച്ച് വെച്ച പന്നീനെ നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. നമ്മൾ ആ പന്നീൻ്റെ കഷ്ണങ്ങൾ മാത്രമാണ് എടുത്തിട്ട് നമ്മൾ പാൻപാത്രത്തിലേക്ക് ഇടുന്നത്. അതിൻ്റെ വെള്ളം നമ്മൾ ഊറ്റിക്കളയാണ് ചെയ്യുന്നത്. പിന്നെ നേരത്തെ കുക്കറിൽ വേവിക്കുന്ന സമയത്ത് ഒരു ചെറിയ ഉള്ളിയും കൂടി അതിലേക്ക് മുറിച്ചിട്ടിട്ടുണ്ടായിരുന്നു. അതേക്ക് പറയാൻ വിട്ടുപോയതാണ്. ഇനി നമ്മൾ കറി നന്നായിട്ട് ഇളക്കിയ ശേഷം ചെറിയ തീയിൽ ഒന്ന് വെക്കാം. കാരണം പന്നി ഓൾറെഡി വെന്തിട്ടുണ്ട്, എന്നാലും നല്ലൊരു ഡീപ്പ് ഫ്രൈ ആയിട്ട് കിട്ടാൻ വേണ്ടിയിട്ട്. നമ്മൾ ഇതിനു മുന്നേ ഫ്രോസൺ പന്നിയാണ് മേടിച്ച് വെച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇന്ന് മാർക്കറ്റിൽ പോയ സമയത്ത് അവിടുന്ന് വാങ്ങിയതാണ്. അവിടെ നിന്നാണ് ഏറ്റവും കൂടുതൽ ആൾക്കാരുകൾ മീറ്റും കാര്യങ്ങളൊക്കെ വാങ്ങുന്നത്. അങ്ങനെ ഞങ്ങൾ ഇന്ന് വാങ്ങി നോക്കിയതാണ്. അപ്പോൾ നമ്മുടെ കറി റെഡി ആയിട്ടുണ്ട്. ഇതാണ് ഇന്നത്തെ സ്പെഷ്യൽ പന്നിക്കറി. അപ്പോൾ ഇന്ന് നമുക്ക് ഉച്ചയ്ക്ക് ചോറിന് പന്നിക്കറിയും അതേപോലെ ചിക്കൻ ഫ്രൈ ആണ്. അപ്പോൾ ഇന്ന് പന്നിക്കറി ഉണ്ടാക്കിയിട്ടുള്ളത് കുഞ്ഞാട്ടനാണ്. കുഞ്ഞാട്ടന് ഇങ്ങനെ എന്തെങ്കിലും സ്പെഷ്യലായിട്ട് ഉണ്ടാക്കുക അല്ലെങ്കിൽ എന്തെങ്കിലും ട്രൈ ചെയ്യുക അങ്ങനത്തെയൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ എല്ലാ വീക്കെൻഡിലും നമ്മൾ ഇതുപോലെ എന്തെങ്കിലും ഉണ്ടാക്കുന്നതാണ്. ബാപ്പനെ നമുക്ക് ചോറ് കഴിച്ച് നോക്കാം. എങ്ങനെയുണ്ട് നമ്മുടെ കറിയെല്ലാം നോക്കാം. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണേ, സബ്സ്ക്രൈബ് ചെയ്യണേ.